കടലോ പുഴകളോ ഒന്നുമില്ലാത്ത ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ വിദൂര സാധ്യതകൾ പോലും ഇല്ലാത്ത ഒരു മലയുടെ മുകളിൽ വലിയ ഒരു മനുഷ്യൻ ഒരു കപ്പൽ നിർമ്മിക്കുന്നു. നാട്ടിൽ മൊത്തം ചർച്ച ഏതാണ്. ഒരു 4 ആൾ കൂടുന്നിടത്തൊക്കെ ആളുകൾ പറയുന്നുണ്ട് അയാൾക്ക് ഭ്രാന്താണെന്ന്. മറ്റാരുടെയും കഥയല്ല, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 10 തലമുറകൾക്കിപ്പുറം ജീവിച്ച മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആളുകൾ ഒരിക്കലും അത് വില കൽപ്പിക്കുന്നില്ല. ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം 900 വർഷക്കാലം തൻ്റെ ജനങ്ങളെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ടെന്ന്. എന്നിട്ടും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ പരിശുദ്ധ ഇസ്ലാമിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വരുന്നുള്ളൂ. ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വില കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ക്രൂരമായിട്ട് മഹാനവറുകളെ അവർ ഉപദ്രവിക്കുന്നുണ്ട്. എത്രത്തോളം എന്നാൽ 3 തലമുറകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. പ്രായമായ ഒരു ഉപ്പയുടെ കൈപിടിച്ചു പോകുന്ന ഒരു പേരക്കുട്ടിയുടെ കഥ പറയുന്നുണ്ട്. ആ സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുമ്പോൾ ആ അപ്പ ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ, ഈ മനുഷ്യനെ നീ ഒരിക്കലും വിശ്വസിക്കരുത്, അയാൾ ഒരു കള്ളനാണെന്ന്. ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉപ്പാപ്പയുടെ കയ്യിൽ നിന്ന് ഒരു വടി വാങ്ങിയിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടിക്കാൻ പോകുന്നുണ്ട് ആ ഒരു കുട്ടി. അത്രയും നാട്ടുകാർ മഹാനവറുകളെ പൊറുതി മുട്ടിക്കുകയാണ്. എന്നിട്ടും നൂഹ് നബി തൻ്റെ ദൗത്യം അവസാനിപ്പിക്കുന്നില്ല. ക്ഷമിച്ചുകൊണ്ട് ആളുകളെ വീണ്ടും വീണ്ടും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം നാട്ടുകാരുടെ ക്രൂരമായ പീഡനം സഹിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നാട്ടിൽ മുഴുവനും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറയുന്നു. പ്രവാചകന് എന്തിനാണെന്ന് മനസ്സിലായില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുപോയി. ആ സമയത്താണ് അള്ളാഹുവിൽ നിന്നൊരു കൽപ്പന വരുന്നത്, നിങ്ങൾ ഒരു കപ്പൽ നിർമ്മിക്കണമെന്ന്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അള്ളാഹു തആല ഒരു കപ്പലാണ് തന്നോട് നിർമ്മിക്കാൻ പറഞ്ഞതെന്ന്. കൂടെ അള്ളാഹു തആല ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഭൂമിയിലുള്ള എല്ലാ ജീവികളിൽ നിന്നും ഓരോ ഇണകളെ വീതം കപ്പലിൽ ഉൾക്കൊള്ളിക്കണം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിന്തിക്കുകയാണ്, ഇത്രയും കൂടുതൽ ജീവികൾ ഉൾക്കൊള്ളുന്ന ഒരു കപ്പൽ ഞാൻ എങ്ങനെ നിർമ്മിക്കുമെന്ന്. ആനയും സിംഹവും അടങ്ങുന്ന എല്ലാ ജീവികളും ഉണ്ട്. പോരാത്തതിന് വിരലിലെണ്ണാവുന്ന പ്രവാചകനിൽ വിശ്വസിച്ച ആളുകളും കപ്പലിൽ ഉൾക്കൊള്ളണം. ഇത്രയും വലിയൊരു കപ്പലാണ് അല്ലാഹു തആല നിർമ്മിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും വലിയ കപ്പൽ നിർമ്മിക്കണമെന്ന് പ്രവാചകൻ അറിയാം. പക്ഷേ എവിടെ വെച്ച് നിർമ്മിക്കും എന്നതാണ് അടുത്ത ചോദ്യം. അങ്ങനെ പ്രവാചകൻ തിരഞ്ഞെടുക്കുന്നത് വലിയൊരു പർവ്വതമാണ്. ഒഴിഞ്ഞ സ്ഥലത്ത് കപ്പൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തന്നോട് വിശ്വസിച്ച ഏതാനും ആളുകളെയും കൂട്ടിയിട്ട് പ്രവാചകൻ പണി തുടങ്ങുന്നുണ്ട്. കപ്പൽ നിർമ്മാണത്തിന് സഹായി എന്നോണം മലായിക്കത്തും പ്രവാചകനോട് കൂടെ കൂടുന്നുണ്ട്. ആ സമയത്താണ് നാട്ടിലുള്ള ആളുകളും മാധ്യമങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നത്, നൂഹിനെന്തോ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്, നമ്മളെയൊക്കെ വികൃതമായ മതത്തിലേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹം വെള്ളമില്ലാത്ത ഒരു പ്രദേശത്ത് പോയിട്ട് ഒരു കപ്പൽ നിർമ്മിക്കുകയാണെന്ന്. പ്രവാചകൻ അതിനൊന്നും മറുപടി കൊടുത്തില്ല. അദ്ദേഹം തൻ്റെ പണി തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ ചൊല്ലുന്നുണ്ട്. ആ സമയത്ത് നാട്ടിൽ ഘോരമായ മഴ പെയ്യാൻ തുടങ്ങി. ജനങ്ങളൊക്കെ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുന്നു. സമുദ്രങ്ങളും ജലനിരപ്പുകളൊക്കെ അങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു തുടങ്ങി പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ച കപ്പലിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു, ഭൂമിയിലുള്ള എല്ലാ ജീവികളോടും കപ്പലിലേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമിനോട് വിശ്വസിച്ച ആളുകളോടും കപ്പലിലേക്ക് കയറിപ്പറ്റാൻ അല്ലാഹു തആല പറയുന്നുണ്ട്. പ്രവാചകൻ എല്ലാവരെയും കയറ്റിയിട്ട് കപ്പലിൻ്റെ ഡോർ അടക്കാൻ നിൽക്കുമ്പോൾ പുറത്തുണ്ട് തൻ്റെ ഭാര്യയും ഒരു മകനും നിൽക്കുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ കപ്പലിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ സമയത്തും അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എവിടെയെങ്കിലും കയറിയിട്ട് രക്ഷപ്പെട്ടോളാം, നിന്റെ കപ്പലിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന്. അങ്ങനെ ജലം ഉയർന്നു പൊന്താൻ തുടങ്ങി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു വന്നു. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും വെള്ളത്തിൻ്റെ അടിയിലായി. ഒരുപാട് കാലം
ഭൂമിയുടെ മുകളിലൂടെ കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. വർഷങ്ങളോളം കപ്പൽ ജലത്തിന് മുകളിലൂടെ സഞ്ചരിച്ച് അവസാനം ഒരു പർവ്വതത്തിൽ ചെന്നിട്ട് കപ്പൽ നിൽക്കുന്നുണ്ട്. ഭൂമിയെല്ലാം ആകെ മാറിയിരിക്കുന്നു. അവർ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ഏതായിരുന്നാലും ആക്ഷേപങ്ങൾക്ക് മുഴുവനും പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുത്തത് വാക്കുകൾ കൊണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ സാക്ഷാത്കാരത്തിലൂടെയായിരുന്നു പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനങ്ങളോടുള്ള മറുപടി എന്നത്.